പൂജ ബമ്പർ ഭാഗ്യശാലിയെ കണ്ടെത്തി. കരുനാഗപ്പള്ളി സ്വദേശി ദിനേശ് കുമാറിനാണ് ബമ്പർ അടിച്ചത്. കൊല്ലത്തെ ജയകുമാർ ലോട്ടറീസിൽ നിന്നെടുത്ത 10 ടിക്കറ്റുകളിൽ ഒന്നിനാണ് ബമ്പർ അടിച്ചത്. സമ്മാനത്തുകയിൽ നിന്ന് 6,18,00,000 രൂപ ദിനേശ് കുമാറിന് ലഭിക്കും. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഏതാണ്ട് ഇതേ സമയത്ത് കേരളം ഒട്ടാകെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഈ 12 കോടി ബമ്പർ അടിച്ച ഭാഗ്യവാൻ ആരാണ് എന്നത്. ഇപ്പോൾ ദാ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ആ ഭാഗ്യവാൻ. വിവരങ്ങൾ. എല്ലാവരും അന്വേഷിച്ച് നടന്ന ഭാഗ്യശാലിയാണ് ഇന്ന് എല്ലാവർക്കും മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി ദിനേശ് കുമാറാണ് ഈ ഭാഗ്യശാലി. ബമ്പർ അടിച്ച വിവരം കഴിഞ്ഞ ദിവസം അറിഞ്ഞു, പക്ഷേ അത് ആരോടും പറഞ്ഞില്ല. ഇന്ന് തന്നെയാണ് വീട്ടുകാരോട് പോലും പറയുന്നത്. ഏതായാലും കുടുംബസമേതമാണ് ഇന്ന് ഈ ലോട്ടറി സെന്ററിലേക്ക് വന്നത്, എല്ലാവരെയും കണ്ടത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് കിട്ടുന്ന തുകയിൽ നിന്ന് സേവാഭാരതിയിലൂടെയാണ് അദ്ദേഹം ഈ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യം തന്നെയാണ്. അതായത് വയനാടും അതോടൊപ്പം തന്നെ ദുരന്ത മേഖലകളിലും ഒക്കെ സേവാഭാരതി ചെയ്ത പ്രവർത്തനം അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് സേവാഭാരതിയിലൂടെ ഈ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ലോട്ടറി സെന്ററിൽ എത്തിയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെയൊക്കെ കണ്ടത്. എല്ലാവരെയും കണ്ടു. കുട്ടികൾ ഉൾപ്പെടെയായിരുന്നു അവിടേക്ക് എത്തിയത്. അദ്ദേഹത്തെ വലിയ ഒരു സ്വീകരണം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് നൽകിയത്. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് കുടുംബവും അതോടൊപ്പം അദ്ദേഹത്തെ പരിചയമുള്ള നാട്ടുകാരൊക്കെയും. അദ്ദേഹം സ്ഥിരമായിട്ട് തന്നെ ഈ ലോട്ടറി എടുക്കുന്ന ഒരാൾ തന്നെയാണ്. അത്തരത്തിൽ നേരത്തെയും ചെറിയ തുകകളൊക്കെ അദ്ദേഹത്തിന് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. ഇത് അപ്രതീക്ഷിതമായിരുന്നു. കാരണം 10 ടിക്കറ്റുകളാണ് അദ്ദേഹം എടുത്തത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ, അതായത് ഈ കായംകുളം കഴിഞ്ഞ ദിവസം കായംകുളത്തൊക്കെ എന്നായിരുന്നു വിവരങ്ങൾ വന്നത്. പിന്നീടാണ് അത് കൊല്ലത്താണ് എന്നുള്ള വിവരം സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷമാണ് ഈ ആളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം എല്ലാവരും വിചാരിച്ചത് ദിനേശ് കുമാർ സബ് ഏജന്റ് ആയിരുന്നു, അതുകൊണ്ടാണ് 10 ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയതെന്നൊക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ 10 ടിക്കറ്റ് ഒരുമിച്ച് എടുത്തു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സമ്മാന തുകയായ ഈ 12 കോടിയിൽ നിന്നും ടാക്സ് മറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഈ 6,18,00,000 രൂപ അദ്ദേഹത്തിന് ലഭിക്കുക. അദ്ദേഹം മറ്റ് തുടർ നടപടികളുമായി, അതായത് ഈ ബാങ്കുമായി ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് അദ്ദേഹവും. മനോജ്, ഒരു നിമിഷം നിൽക്കുക. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് ആകാംക്ഷയിലാണ് കേരളം. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ട ശേഷം തിരികെ എത്താം. ഭയങ്കര വിഷമമായിരുന്നു ആൾക്ക്. ഇന്നലെ ഞങ്ങളോട് പറഞ്ഞില്ല, രാത്രി ഉറങ്ങിയതുമില്ല ആള്. ഇന്ന് രാവിലെയാണ് ഞാൻ കൊല്ലത്ത് വന്നിട്ട് ഇതേപോലെ ജയകുമാറിന്റെ നേരത്തെ അതിന്റെ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അന്നേരം അതിൽ എനിക്ക് തോന്നിയ പ്രൈസുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രൈസുകൾ അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് മനോജ്, ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം വാർത്ത അറിഞ്ഞിരുന്നു, പക്ഷേ കുടുംബത്തോട് പോലും പങ്കുവച്ചില്ല. വലിയ സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ പറയുന്നത്. മനോജ്, മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത്? ഈ പണം വലിയൊരു തുകയാണ് കയ്യിൽ കിട്ടാൻ പോകുന്നത്. സേവാഭാരതിയുടെ പ്രവർത്തകനാണ്. തീർച്ചയായും നമുക്കറിയാം സേവാഭാരതിക്കുള്ളിലെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കരുണ എത്രത്തോളം ഉണ്ടാകുമെന്നൊക്കെ കണ്ടറിയുന്നവരാണ് നമ്മൾ. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്? തീർച്ചയായും സേവാഭാരതിയിലൂടെ സേവനം ചെയ്യണം. അതായത് തനിക്ക് കിട്ടുന്ന തുകയിൽ നിന്ന് ഒരു ഭാഗം സേവന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കണം എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഇന്ന് സൂചിപ്പിച്ചത്. അതിന് സേവാഭാരതി തന്നെയാണ് കൂടുതൽ വിശ്വാസമുള്ള സംഘടന എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെയും ഇത്തരത്തിൽ സേവന കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് താനെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഫാം നടത്തുന്നയാളാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഭാഗ്യാന്വേഷി കൂടിയാണ്. അതായത് ലോട്ടറി ടിക്കറ്റുകൾ എടുക്കാറുണ്ട്, നേരത്തെ ചിലതൊക്കെ അടിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഈ കുടുംബവും, അതായത് കഴിഞ്ഞ ദിവസം കുടുംബത്തിനോട് അദ്ദേഹം ഈ വിവരം പങ്കുവച്ചില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ പിന്നീട് എന്ത് ചെയ്യണമെന്നുള്ള ഒരു കാര്യമൊന്നും അറിയാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഭാര്യയോട് പോലും പറഞ്ഞില്ല. ഇന്ന് രാവിലെയാണ് ഭാര്യ തന്നെ അറിയുന്നത്. നമ്മളോട് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതികരിച്ചിരുന്നു. അത് പറയുന്നത്, എനിക്ക് ഇന്നലെ ഒന്നും മനസ്സിലായില്ല, ഇന്നലെ ഉറങ്ങിയിട്ടില്ല, പക്ഷേ ഇന്ന് രാവിലെയാണ് ആളുടെ മുഖം ശ്രദ്ധിച്ചപ്പോൾ അത് മനസ്സിലായത് എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം ആരുടെയും മുന്നിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പോലും അദ്ദേഹം
അദ്ദേഹം എത്തിയിട്ടില്ല. ഇന്ന് ആണ് അദ്ദേഹം ഈ ലോട്ടറി സെന്ററിലേക്ക് എത്തുന്നതും സ്വീകരണം ഏറ്റുവാങ്ങുന്നത്. എന്തായാലും ലോട്ടറി സെന്റർ ഉടമകളൊക്കെ വലിയ തരത്തിലൊരു സ്വീകരണം തന്നെയാണ് ഇന്ന് ഒരുക്കിയിരുന്നത്. അവിടേക്ക് എത്തി, കുട്ടികളൊക്കെയായി എത്തി. അദ്ദേഹം എല്ലാവരോടും സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഈ സേവന പ്രവർത്തനങ്ങൾക്ക് കൂടുതലായി ഈ തുക ചെലവാക്കുമെന്നും അതോടൊപ്പം മറ്റുള്ള കാര്യങ്ങൾക്കും കൂടെ, അതായത് അദ്ദേഹം നേരത്തെ തന്നെ പറയുന്നുണ്ട്, അതായത് ലോട്ടറി അടിക്കുന്ന ഓരോരുത്തരും ഈ തുക ശാശ്വതമല്ല എന്ന് പറയുമ്പോഴും അത് കൈകാര്യം ചെയ്യുവാനാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞു വെക്കുന്നത്. അതായത് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പല ഇടങ്ങളിലും ഇതുപോലെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പറയുന്നത് കൂടുതലും സേവന പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ തുക ബാക്കി കൈകാര്യം ചെയ്യുന്നതും എല്ലാം തനിക്ക് അറിയാം, അല്ലെങ്കിൽ താൻ അതെല്ലാം ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിരവധി പേരാണ് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി, അതായത് 12 കോടിയുടെ ഭാഗ്യശാലിയാണ് അവിടേക്ക് എത്തിയത്. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ടൊന്ന് കാണുവാൻ വേണ്ടി നിരവധി പേരാണ് ഈ ലോട്ടറി സെന്ററിന് മുന്നിലേക്ക് എത്തിയത്. അതുപോലെ തന്നെയായിരുന്നു സ്വീകരണവും. അതുപോലെ തന്നെ അദ്ദേഹം എല്ലാവരോടും സഹകരിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. എല്ലാവരോടും കാര്യങ്ങൾ സംസാരിച്ചു. അതോടൊപ്പം പൂജ ബമ്പർ ഭാഗ്യശാലിയെ കണ്ടെത്തിയിരിക്കുകയാണ്. മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.